ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നാൾ നാം നമ്മുടെ സ്വന്തം വീട്ടിലെത്തിച്ചേരും. സ്വന്തം വീട്ടിൽ, നമ്മുടെ കർത്താവിൻ്റെ ഭവനത്തിൽ, നമ്മുടെ നാഥൻ്റെ ഭവനത്തിൽ. ആ തീർത്ഥയാത്രയിലാണ് നാം ഓരോരുത്തരും. തീർത്ഥയാത്ര ഒരു പുണ്യയാത്രയാണിത്. ആ തീർത്ഥയാത്രയിലാണ്. ഈ ലോകജീവിതം താൽക്കാലികം, അത് നമുക്കറിയാം. ഒരു നാൾ നാം അവിടെ എത്തിച്ചേരും. അവിടെ ചെന്ന് ചേരുമ്പോൾ കണ്ണീരില്ല, അവിടെ ദുഃഖമില്ല, അവിടെ ദുരിതമില്ല, അവിടെ കുത്തിത്തിരിപ്പുകളില്ല, അവിടെ ആക്ഷേപമില്ല, അവിടെ പരിഹാസമില്ല, അവിടെ ഒറ്റപ്പെടുത്തലില്ല, അവിടെ വലിപ്പചെറുപ്പ ഭേദമില്ല. ഓ, എന്തൊരു ഭാഗ്യം! അനുഗ്രഹത്തിൻ്റെ നികേതനം, സമാധാനത്തിൻ്റെ നിത്യഭവനം. ദൈവത്തിന് സ്തോത്രം. സന്തോഷം മാത്രം കളിയാടുന്ന ഭവനം. എൻ്റെ കർത്താവിൻ്റെ വീട്, എൻ്റെ നാഥൻ്റെ വീട്, എൻ്റെ അപ്പൻ്റെ വീട്, എൻ്റെ യേശുവിൻ്റെ വീട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ വീട്, എൻ്റെ രക്ഷകൻ്റെ വീട്, എനിക്ക് വേണ്ടി രക്തം തന്നവൻ്റെ വീട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ്റെ വീട്ടിലേക്ക് ഞാനിതാ എത്തിച്ചേരുകയാണ്. ഞാനിതാ അവിടെ എത്തിച്ചേരും. ദൈവത്തിന് സ്തോത്രം. ഞാനൊരിക്കൽ എത്തും എൻ്റെ വീട്ടിൽ. കണ്ണീരില്ലാത്ത നാട്ടിൽ ഞാൻ എത്തിച്ചേരും. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടി, നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ കാണും ഞാൻ വീടൊന്ന് വിരവിൽ. വിരവിൽ വേഗത്തിൽ. ഒന്ന് പാടാമോ? നാടില്ല നമുക്ക് ഈ ഉലകിൽ. നാടില്ല നമുക്കീ ഉലകിൽ, വീടില്ല നമുക്കീ മരുവിൽ, നാടില്ല നമുക്കീ ഉലകിൽ, വീടില്ല നമുക്കീ മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്നു വിരവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്നു വിരവിൽ, അൻപാർന്നോരൻ പരനുലകിൽ തുമ്പങ്ങൾ തീർക്കുവാൻ വരുമേ. ഇബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിച്ച് കേൾക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ അന്ധകാരം മാറി പ്രകാശം വന്നു. ഒരിക്കൽ പ്രകാശം ലഭിച്ചു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാൻ ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചു, വരുവാൻ ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചു. അങ്ങനെയുള്ളവർ, ഈ മഹാസൗഭാഗ്യം അനുഭവിച്ചവർ, അവർ എന്താണ് അവരുടെ അവസ്ഥ? ദൈവം അവരെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അവരെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നവരെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യൂ. ആത്മാവിൽ മരിച്ചു കിടക്കുകയായിരുന്നു, ആത്മാവിൽ നിർജ്ജീവമായിരുന്നു, ആത്മാവിൻ്റെ ചലനം നഷ്ടപ്പെട്ടു പോയിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും നാം മരിച്ചു കിടക്കുകയായിരുന്നു. മരിച്ചു കിടന്നവരായിരുന്നു നമ്മെ ദൈവ യേശു ക്രിസ്തു ഉയർപ്പിച്ചു. എന്നിട്ടോ സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് നമ്മെ പറപ്പിച്ചു കൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് നമ്മെ ചിറയിൽ വഹിച്ചു കൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് നമ്മെ ചിറയിൽ വഹിച്ച് ഉന്നതമായ, അത്യുന്നതമായ, മഹാപരിശുദ്ധമായ സ്വർഗഭൂമിയിലേക്ക് നമ്മെ കൊണ്ടുപോയി നമ്മെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. കരുണാസമ്പന്നനായ ദൈവമോ
നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. കരുണാസമ്പന്നനായ ദൈവമോ, ദൈവത്തിൻ്റെ മഹാസ്നേഹം നിമിത്തം ഏറ്റവും ഹീനഭാവികളായിരുന്ന നമ്മെ, പാപത്തിൽ മരിച്ചു കിടന്നിരുന്ന നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇരുത്തുമെന്നല്ല പറഞ്ഞത്, ഇരുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മാനസാന്തരപ്പെടുമെങ്കിൽ, ഇന്ന് നിങ്ങൾ വീണ്ടും തന്നെ അനുഭവിക്കുമെങ്കിൽ, ഈ കാണുന്നതെല്ലാം മായയാണ്. വിശ്വസിക്കൂ, ഇന്ന് കാണുന്ന ഈ ഭൂമിയിലുള്ളതെല്ലാം മായയാണ്. ഇതെല്ലാം കത്തിത്തീരാൻ പോവുകയാണ്. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകാൻ പോവുകയാണ്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിഞ്ഞു പോകും. ഭൂമിയും അതിലുള്ള പണികളും എന്തു പോവുകയും ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അഴിഞ്ഞു പോകാത്ത, ഒരിക്കലും കേടുവരാത്തതായ നിത്യസ്വർഗീയ ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നാം ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മെ കൊണ്ടുപോയി സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഇന്ന് ആ സംഭവം നടക്കും. സ്തോത്രം. ഇത് ഒരു കേൾവിയായിട്ടിരുന്ന പോരാ, നമുക്ക് അനുഭവിക്കണം. വചനം കേൾക്കുമ്പോഴാണ് അനുഭവിക്കേണ്ടത്, പിന്നീടല്ല. കേൾക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കണം. എന്താണ് ഞാൻ കേൾക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാനിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? അതിക്രമങ്ങളിൽ മരിച്ചു കിടക്കുന്നു. പാവമുണ്ട്. എൻ്റെ അശുദ്ധ ജീവിതം, എൻ്റെ ദുശ്ശീലങ്ങൾ, എൻ്റെ കർത്താവേ, അഴുക്കായ വികാരങ്ങൾ, മലിനമായ മോഹങ്ങൾ, എൻ്റെ ദ്രവ്യാഗ്രഹം, എൻ്റെ ജീവിതത്തിൽ എന്നും വിട്ടുമാറാത്ത ചില നിരാശകൾ. ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള നിരാശയായിരിക്കാം, അല്ലെങ്കിൽ സ്വത്തിനെക്കുറിച്ചുള്ള നിരാശയായിരിക്കാം, ജോലിയെക്കുറിച്ചുള്ള നിരാശയായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളായിരിക്കാം. എന്തെല്ലാമോ ചില കാര്യങ്ങൾ, അതിക്രമങ്ങളിലും പാപങ്ങളിലും ഞാൻ മരിച്ചു കിടക്കുകയാണ്. ഇന്ന് ഞാൻ മരിച്ചു കിടക്കുകയാണ്. അതിക്രമമുണ്ട്, പാപമുണ്ട്, ഞാൻ മരിച്ചു കിടക്കുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം എന്നെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ക്രിസ്തു യേശുവിനോടൊപ്പം എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഇവിടുന്ന് പറപ്പിച്ചു കൊണ്ടുപോയി സ്വർഗമണ്ഡലത്തിൽ, വിയൻ മണ്ഡലത്തിൽ, ആകാശമണ്ഡലത്തിൽ, സ്വർഗമണ്ഡലത്തിൽ എന്നെ കൊണ്ടുപോയി അവിടെ ഇരുത്തുകയും ചെയ്തു. സ്തോത്രം. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. 4 വാക്യം ഒന്ന് വായിക്കൂ. എഫേസ്യർ 2-4 മുതൽ. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാത്സല്യം ക്രിസ്തുയേശുവിൽ വെളിപ്പെടുത്തി. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യ നിമിത്തം, നിത്യനായ ദൈവത്തിൻ്റെ വാത്സല്യം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവേ, നിനക്ക് എന്നോട് വാത്സല്യം ഉണ്ടെങ്കിൽ എനിക്കെന്താ പരീക്ഷ പാസ്സാകാഞ്ഞത്? നിനക്കെന്നോട് വാത്സല്യം ഉണ്ടെങ്കിൽ എൻ്റെ മോളുടെ വിവാഹം നടക്കാത്തത് എന്താണ്? നിനക്കെന്നോട് വാത്സല്യം ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് ജോലി കിട്ടാത്തത് എന്താണ്? നിനക്ക് എന്നോട് വാത്സല്യം ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് നിരന്തരം മദ്യപിച്ചു എന്നെ അടിക്കുന്നു, എന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? നിനക്ക് എന്നോട് വാത്സല്യം ഉണ്ടെങ്കിൽ കർത്താവ്, ഞാൻ എന്തോരം ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് എൻ്റെ മക്കൾ നേരെയാകുന്നില്ലല്ലോ, അതെന്താണ്? എന്നാൽ ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യ നിമിത്തം, നമ്മെക്കുറിച്ചുള്ള വാത്സല്യം, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യ നിമിത്തം തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്, കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്, അതെങ്ങനെ വെളിപ്പെടാൻ പോകുന്ന അനേകം അത്ഭുതങ്ങൾ ഇനി കാണാൻ പോവുകയാണ്. അനേകം കാര്യങ്ങൾ, മഹിമാധനം വെളിപ്പെടാൻ പോവുകയാണ്. എന്താണ് നമുക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് നാം എല്ലാം ഇങ്ങനെ ഒന്നും കണ്ണുകാഴ്ചയില്ലാത്തതുപോലെ ഇരിക്കുകയാണ്, ഒന്നും കാണുന്നില്ല. എന്നാൽ വിശ്വാസത്തെ നാം മുൻകൂട്ടി കാണുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ നാം തുറന്നു നോക്കുമ്പോൾ അക്കരദേശം നാം കാണുന്നു. അവിടെ സ്വർഗീയ സേനകൾ ദൈവത്തെ വാഴ്ത്തി പാടുന്നത് നാം കാണുന്നു. അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ നാമും ബലഹീന ഭാവികളായി നാമും ദൈവത്തെ സ്തുതിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകുന്നു. ദൈവത്തെ എപ്പോഴും സ്തുതിച്ച് വാഴ്ത്തിപ്പാടുന്ന മാലാഖമാരോട് ഒരുമിച്ച് വിശുദ്ധന്മാരോട് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളതായ താല്പര്യം നമുക്കുണ്ടാകുന്നു.
വലിയൊരു അനുഗ്രഹത്തിൻ്റെ അനുഭൂതിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്. ദൈവം നമ്മെ ഉയർത്തി കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ. ദൈവത്തിന് നമ്മോട് അതിവാത്സല്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നത്. എന്തിനു തന്നു? നമ്മെ പാതാളത്തിൻ്റെ ഗഹ്വരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് സ്വർഗത്തിൽ ഇരുത്തുവാനാണ്. ക്രിസ്തു യേശുവിനെ നമുക്ക് വേണ്ടി തന്നത് എന്തിനാണ്? ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവം ക്രിസ്തുവിനോടുകൂടെ എന്നെയും ഉയർപ്പിക്കാനാണ്. ആത്മാവിൽ മരിച്ചു കിടക്കുന്ന എന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ്. നിങ്ങൾ വിശ്വസിക്കൂ, അത്രയും വിശ്വസിക്കൂ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അവൻ രക്തത്താൽ എന്നെ കഴുകി. അവൻ്റെ തിരുരക്തം എനിക്ക് വേണ്ടി ചിന്തി. എൻ്റെ ശിക്ഷ അവൻ്റെ ശരീരത്തിൽ ഏറ്റു. അങ്ങനെ എന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി, നിത്യശിക്ഷ ഒഴിവാക്കിയിട്ട് ക്രിസ്തു യേശുവിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗത്തിലെ മഹാധനം എനിക്ക് തന്നിരിക്കുന്നു. വരും കാലങ്ങളിൽ വെളിപ്പെടാനുള്ള മഹാധനം എനിക്ക് ഇപ്പോൾ ദാനമായി തന്നിരിക്കുന്നു. വരും കാലങ്ങളിൽ വെളിപ്പെടാനിരിക്കുന്ന മഹാധനം, ദൈവത്തിന് സ്തോത്രം, അത് ഇന്ന് ദൈവം എനിക്ക് കൃപയാൽ തന്നിരിക്കുന്നു. തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം എങ്ങനെ സാധിച്ചു? എല്ലാം അടുത്ത വാക്യം വായിക്കുമ്പോൾ കാണാം. എല്ലാം ദാനം, എല്ലാം കൃപ. ദൈവത്തിന് സ്തോത്രം. ഇത് അല്പാൽപ്പം ഞാൻ അറിയാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഹൃദയം ത്രസിക്കുന്നത് ഞാൻ അറിയുന്നു. അല്പാൽപ്പം ഇത് അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ആനന്ദിക്കുന്നത് ഞാൻ അറിയുന്നു. അല്പാൽപ്പം അത്രയും ഞാൻ പറയുന്നുള്ളൂ. വളരെ വളരെ എളിയ തോതിൽ നിസ്സാരമായി അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് അതിൻ്റെ ആ അത്ഭുതകരമായ ആനന്ദാനുഭൂതിയിൽ ഈ ലോകത്തിലെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളെല്ലാം നിസ്സാരവും തോന്നിപ്പോകുന്നു. ഇവിടെ ഉണ്ടാകുന്ന എതിർപ്പുകളോ തെറ്റിദ്ധാരണകളോ കുത്തിത്തിരിപ്പുകളോ ഒന്നും സാരമില്ലെന്ന് തോന്നിപ്പോകുന്നു. നമ്മൾ ഉൾപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എന്നോട് അപ്പോസ്തലൻ പറഞ്ഞു. സാരമില്ല, വലിയൊരു തേജസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വരുവാൻ ലോകത്തിൽ ശക്തി ആസ്വദിച്ചു. ഇങ്ങനെയെല്ലാം ആസ്വദിച്ചവർ, ഈ വലിയ അത്ഭുതകരമായ അനുഭവങ്ങൾ പ്രാപിച്ചവർ, അവർ പിന്മാറിപ്പോയാൽ, അവർ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയാൽ എന്തു വലിയ നഷ്ടമാണ്. സ്വർഗത്തിൽ ദൈവം ഇരുത്തിയിരിക്കുന്ന ഈ പാപിയായ മനുഷ്യൻ്റെ പാവങ്ങളെല്ലാം കഴുകി തന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച മനുഷ്യൻ അത് നഷ്ടപ്പെടുത്തി പിന്നെയും പാതാളത്തിൻ്റെ അഗാധതയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എത്രയോ ഭയാനകമാണ്. പിന്നെയും പാതാളത്തിൻ്റെ ഇരുളടഞ്ഞ ഗുഹകളിലേക്ക് പോകുക എന്ന് പറയുന്നത് എത്രയോ ഭയാനകമാണ്. പ്രിയപ്പെട്ടവരെ, മദ്യപാനം വേണ്ട എന്ന് വെച്ചു പിന്നെയും തിരികെ എടുക്കരുത്. നിങ്ങൾ കഞ്ചാവ് വേണ്ട എന്ന് വെച്ചു തിരികെ എടുക്കരുത്. ഭാര്യയെ ഉപദ്രവിക്കുന്ന സ്വഭാവം വേണ്ട എന്ന് വെച്ചു ഇനി തിരികെ എടുക്കരുത്. പ്രിയപ്പെട്ടവരെ, കുടുംബം കലക്കുന്ന സ്വഭാവം വേണ്ട എന്ന് വെച്ചു കുടുംബത്തിൽ നിങ്ങൾ ആശ്വാസപ്രദമായ ഒരു അനുഭവം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്തു. പക്ഷേ ഇനിയും നിങ്ങൾ കുടുംബത്തിൽ അലോഹ്യം ഉണ്ടാക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ചില ഉറപ്പുകൾ വേണം, ചില നിർണയങ്ങൾ വേണം. എനിക്ക് ലഭിച്ച നിധി ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല, എനിക്ക് കിട്ടിയ സ്വത്ത് ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല, കിട്ടിയ സമ്പത്ത് ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് എറിഞ്ഞു കളയാനുള്ളതല്ല, ഇത് പാഴ്മണ്ണിൽ എറിഞ്ഞു കളയാനുള്ളതല്ല, ഇത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയാനുള്ളതല്ല, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അഗാധതയിലേക്ക് കളയാനുള്ളതല്ല. ഇത് നിത്യസമ്പത്താണ്. എൻ്റെ യേശു എനിക്ക് തന്ന സമ്പത്ത്, തൻ്റെ രക്തത്താൽ എനിക്ക് തന്നതായ സമ്പത്ത്, തൻ്റെ ചങ്കിലെ ചോരയൂറ്റി എനിക്ക് തന്ന സമ്പത്ത്, തിരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എനിക്ക് തന്ന സമ്പത്ത്, ഇത് സ്വർഗത്തിന് നിത്യധനമാണ് കിട്ടിയിരിക്കുന്നത്. ലോകത്തിന് മനസ്സിലാവുകയില്ല, ലോകത്തിന് ഗ്രഹിക്കാൻ സാധിക്കുകയുമില്ല, ലോക മനുഷ്യർക്ക് അത് ഗ്രഹിക്കാൻ പറ്റുകയില്ല. ഈ നിധി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഈ അനുഭവത്തിൻ്റെ ഒരു ചെറിയ ആസ്വാദ്യത ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ അനുഭവം, യേശു ക്രിസ്തു അകത്ത് വരുന്നതായ അനുഭവം, ക്രിസ്തു അകത്തേക്ക് പ്രവേശിക്കുന്ന അനുഭവം, ഹൃദയത്തിൽ ക്രിസ്തു വാഴുമ്പോൾ ലഭിക്കുന്ന ആനന്ദാനുഭൂതിയുടെ അനുഭവം, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തു അകത്ത് വസിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രത്യേക സന്തോഷം, സമാധാനം, ശാന്തി, അത് നിങ്ങൾക്കുണ്ടായെന്ന് ഞാൻ കരുതട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട്, വായിക്കാം 4 വാക്യം മുതൽ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും മാറിപ്പോയാൽ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരായിത്തീരും. യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായിത്തീരും. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊന്ന രക്തത്താലാണ് നാം വീണ്ടെടുപ്പ് പ്രാപിച്ചത്. നാം ഈ കൃപ നഷ്ടപ്പെടുത്തിയാൽ, കിട്ടിയ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായിത്തീരും. അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് ക്രിസ്തുവിന് ലോകാപവാദം വരുത്തുന്നവരായിത്തീരും.
ക്രിസ്തുവിനെ അവമാനിക്കുന്നവരായിത്തീരും. നിത്യരക്ഷകനായ ക്രിസ്തുവിനെ നാം അവമാനിക്കരുത്. നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അവമാനിക്കരുത്. അവൻ അപവാദം വരുത്തരുത്. അവനെ ആളുകൾക്ക് തോന്നിയതുപോലെ പറയാൻ വിട്ടുകൊടുക്കരുത്. ഇവനുമില്ലേ ആ കൂട്ടായ്മയിൽ, ഇവളും ആ കൂട്ടായ്മയിലല്ലേ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, കൂട്ടായ്മ നല്ലതാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് അപമാനം വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവൻ ആ കൂട്ടായ്മയിൽ പോകുന്നവനല്ലേ, എന്നും വേദവസം പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാമല്ലോ. എന്നിട്ടാണോ ഇവനാണോ ആ കാര്യം ചെയ്തത്, ആ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് മനുഷ്യർ നിങ്ങളെ ആക്ഷേപിക്കുമ്പോൾ ക്രിസ്തുവിന് അപമാനം വരുന്നു, ലോകാപവാദം വരുത്തുന്നു. അത് വരരുത്. ദൈവത്തിന് ലോകാപവാദം വരുത്തുന്നവരും അതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പിറകിലേക്ക് തിരിഞ്ഞു പോകരുത്, ഛർദ്ദിച്ചത് ഭക്ഷിക്കരുത്, നവനീയ തെറ്റിലേക്ക് പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവ് ഈ വരദാനങ്ങളിൽ ആസ്വദിച്ച ആളായിരുന്നു. ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച ആളായിരുന്നു. ഒരു ചെറുബാലിനെ പോലെ യൗവനത്തിൻ്റെ ആരംഭമായിട്ടുള്ളൂ. ആ ദാവീദ് ഈ മലനായ ഗോലിയാത്തിനെ എങ്ങനെ ജയിച്ചു? ഭീകരനായ ഗോലിയാത്തിനെ എങ്ങനെ ജയിച്ചു? വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ സാധിക്കുകയില്ല, യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ദാവീദിന് വാളില്ല, കുന്തമില്ല, വേല് ആയുധങ്ങളില്ല. പക്ഷേ ദാവീദിന് ഉപയോഗിച്ച് പരിചയമുള്ള ഒരു കവണയുണ്ട്. കവണയിൽ വെച്ച് എറിയാൻ മാത്രം അവനറിയാം. ആടുകളെ നോക്കിക്കൊണ്ട് കാടിൻ്റെ മലഞ്ചെരുവിൽ കൂടെ നടക്കുമ്പോൾ അവിടെ വെറുതെ ഈ കവണ കൊണ്ട് എറിഞ്ഞ് കളിക്കുന്നതിന് രസമായിരുന്നു. അങ്ങനെ കവണയിൽ കല്ല് വെച്ചെറിയാൻ പരിചയമുണ്ടായിരുന്നു. അതേ പരിചയമുള്ളൂ, വേറൊന്നും പരിചയമില്ല. യുദ്ധം ചെയ്ത് പരിചയമില്ല, യുദ്ധാഭ്യാസമില്ല. എന്നാൽ ദാവീദ് ഈ മല്ലൻ്റെ നേരെ പോയത് ദൈവത്തിൻ്റെ നാമത്തിലായിരുന്നു. യഹോവയുടെ നാമത്തിൽ മല്ലൻ്റെ നേരെ ചെന്നു. ഗോലിയാത്ത് എന്ന മല്ലൻ അവൻ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദാവീദ് ധീരതയോടെ പോകാൻ തയ്യാറായി. ദാവീദ് ചെല്ലുമ്പോൾ ദാവീദിൻ്റെ കയ്യിൽ കവണയുണ്ട്. പോകുമ്പോൾ അപ്പോൾ ലഭിച്ച ഒരു 5 കല്ല് അവിടെ കിട്ടിയിടത്തുനിന്ന് 5 കല്ല് പെറുക്കിയെടുത്തു. അത്രയേ ഉള്ളൂ. അരയിൽ കെട്ടിവെച്ചിരുന്ന ആ ചെറിയ സഞ്ചിയിൽ ഈ കല്ലിട്ടു. എന്നിട്ട് ഈ കവണയുമായിട്ട് ചെല്ലുകയാണ്. മല്ലന് പുച്ഛം തോന്നി. നീ എന്നെ നായ എറിയാൻ വരുന്നത് പോലെ നീ കവണയും കല്ലുമായിട്ട് വരുന്നത്? മല്ലൻ ചോദിച്ചു. ദാവീദ് ഞാൻ യഹോവയുടെ നാമത്തിൽ വരുന്നു, യഹോവയുടെ നാമത്തിൽ, നീ നിന്ദിച്ചിട്ടുള്ള യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു. ദാവീദ് ആ മല്ലൻ്റെ നേരെ കവണയിൽ കല്ല് വെച്ചെറിഞ്ഞു. ഒരൊറ്റ ഏറ് മാത്രം. മല്ലൻ്റെ ചെന്നിയിൽ കൊണ്ടു. അവൻ തലയിറങ്ങി വീണു. അവൻ വീണ ഉടനെ ദാവീദ് ഓടിച്ചെന്നു അവൻ്റെ നെഞ്ചിൽ കയറി നിന്നു. അവൻ്റെ അരയിൽ നിന്ന് വാൾ ഊരിയെടുത്തു. അവൻ്റെ വാൾ കൊണ്ട് അവൻ്റെ കഴുത്ത് വെട്ടി. മല്ലൻ്റെ തല ഒരു കയ്യിലും മല്ലൻ്റെ വാള് മറ്റേ കയ്യിലുമായി ദാവീദ് തിരികെ വരുന്നു. ജയഭേരി മുഴക്കുന്നു ജനം. ദൈവത്തിന് സ്തോത്രം. ഇതിൽ അനുഭവിച്ച അനുഗ്രഹീത പുരുഷനായ ദാവീദ് ദൈവത്തിൻ്റെ ദാനമാണ് അനുഭവിച്ചത്. ദൈവത്തിൻ്റെ കൃപയാലാണ് ഇതെല്ലാം സാധിച്ചത്. സ്നേഹിത, നീ ഒരു കാര്യം മനസ്സിലാക്കൂ. നീ എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. നിനക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ദൈവത്തിന് കൃപയാണ്. മോളെ, നിനക്ക് പരീക്ഷ പാസ്സാകാനുള്ള കൃപ കിട്ടിയോ? ദൈവത്തിന് കൃപയാണ്. സ്നേഹിത, നിനക്കൊരു ജോലി ചെയ്യാനുള്ളൊരു വൈദഗ്ധ്യം കിട്ടിയോ? ദൈവത്തിന് കൃപയാണ്. നീ ചെയ്യുന്ന ജോലിയിൽ നിനക്കൊരു മികവും മിഴിവും കിട്ടിയോ? ദൈവത്തിന് കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ഏതെങ്കിലും ഒരു കഴിവ് കിട്ടിയെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഈ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചു. എന്നിട്ടോ സംഭവിച്ചതെന്താണ്? ആ ദാവീദ് രാജാവായി വാണു. അധികാരമുണ്ടായി, കൊട്ടാരങ്ങളുണ്ടായി, അരമനകളുണ്ടായി, അന്തഃപുരങ്ങളുണ്ടായി. സപ്രപഞ്ചക്കട്ടിൽ കിടന്ന് ഉറങ്ങാം. കൊട്ടാരത്തിൻ്റെ വിരിപ്പിൽ സന്തോഷത്തോടെ ഉലാവാം. രാജാവ് ആ മാളികമേ ഉലാവിക്കൊണ്ടിരുന്നു. രാജാവിൻ്റെ കണ്ണ് അരുതാത്തതിലേക്ക് പോയി. ദൈവം തന്ന ദാനം ദാവീദ് മറന്നുപോയി. ദൈവം തന്ന നിധി എന്താ ദാവീദ് മറന്നുപോയി. ദൈവത്തിൻ്റെ ദാനം ദാവീദ് മറന്നുപോയി. ദൈവം തന്ന കൃപ ദാവീദ് മറന്നുപോയി. ദൈവം തന്നതുകൊണ്ടാണ് ഇത്രയും വളർന്നതെന്നെല്ലാം ദാവീദ് മറന്നുപോയി. ദാവീദ് അശുദ്ധിയിലേക്ക് നോക്കി. ദാവീദ് അഴുക്കിലേക്ക് നോക്കി. അശുദ്ധി കണ്ട് രസിക്കുവാൻ തൻ്റെ കണ്ണിനെ അവൻ വിട്ടുകൊടുത്തു. കണ്ണിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അവയവങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാതെ പോയി. ദാവീദ് സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കി. ആ സ്ത്രീ അന്യൻ്റെ ഭാര്യയായിരുന്നു.
അന്യൻ്റെ ഭാര്യയെ മോഹത്തോടുകൂടി നോക്കി. ആ സ്ത്രീ ആരെ നമ്മളെ അന്വേഷിച്ചു. അധികാരമുള്ളതുകൊണ്ട് അവളെ കൊട്ടാരത്തിലേക്ക് വരുത്തി. പിന്നെ നടന്നതെല്ലാം ഭയാനകമായ പാവങ്ങളായിരുന്നു, അതിഭയാനകമായ പാവങ്ങൾ. ദാവീദിനെ പോലുള്ളൊരു അഭിഷിക്തന് വരാൻ പാടില്ലാത്ത പാവങ്ങൾ, അനുഗ്രഹം കിട്ടിയ ദൈവവേദന വരാൻ പാടില്ലാത്ത പാവങ്ങൾ, അനുഗ്രഹത്തിൻ്റെ ആധിക്യം പ്രാപിച്ച സ്വർഗീയമായ വാരദാനം ആസ്വദിച്ച ഒരു ദൈവവേദന ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പാവങ്ങളാണ് വന്നുപോയത്. ദാവീദ് പാപത്തിൽ വീണു. എന്ത് പറ്റി? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? ആത്മാവ് മാറിപ്പോയി. ദാവീദിന് ഇതുവരെയും കാത്തു പരിപാലിച്ച ആത്മാവ് മാറിപ്പോയി. ദാവീദിനെ പൊതിഞ്ഞു സൂക്ഷിച്ച ആത്മാവ് മാറിപ്പോയി. ദാവീദിനെ സംരക്ഷിച്ചിരുന്ന ആത്മാവ് മാറിപ്പോയി. ദാവീദിന് കുറ്റബോധം കിട്ടുന്നില്ല. ആത്മാവ് മാറിയാൽ ആര് കുറ്റബോധം കൊടുക്കും? ആത്മാവ് മാറിയതുകൊണ്ട് എല്ലാവരും ന്യായീകരണമാണ്. ഞാൻ ഊരിയാവിനെ കൊന്നില്ലല്ലോ, ഊരിയാവ് യുദ്ധസ്ഥലത്ത് വെച്ച് മരിച്ചു, ഒരു പടയാളി യുദ്ധത്തിൽ മരിക്കുന്നത് അത്ഭുതമാണോ? ഇതാണ് ദാവീദ് ചിന്തിക്കുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവായ ഊരിയാവ് മരിച്ചു, ശത്രുവിൻ്റെ വെട്ടേറ്റാണ് മരിച്ചത്, ഞാൻ അവനെ കൊന്നില്ലല്ലോ എന്ന് ദാവീദിന് പറയാം, ന്യായമുണ്ട്. പക്ഷേ ദൈവം പറയുന്നു, ദാവീദെ നീയാണ് കൊന്നത്. നീ നിന്റെ ഹിത്തിനായ ഊരിയാവിനെ നീ വാൾ കൊണ്ട് വെട്ടി. ദൈവം അതാണ് പറയുന്നത്. ദാവീദിന് വേണമെങ്കിൽ പറയാം, ഞാൻ വാളെടുത്തില്ലല്ലോ, ഞാൻ വെട്ടിയില്ലല്ലോ, ഞാൻ എൻ്റെ ഭൃത്യനായ ഊരിയാവ് മരിക്കുന്നിടത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പറയാൻ ന്യായങ്ങളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കാണുന്നത് എന്താണ്? ദാവീദേ, നിൻ്റെ സൂത്രവും കൗശലവും ഞാൻ കണ്ടില്ലേ, നിൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം ഞാൻ കണ്ടില്ലേ. നീയല്ലേ ഊരിയാവിനെ വധസ്ഥലത്തേക്ക് വിട്ടത്, ആ യുദ്ധരംഗത്തേക്ക് നീയല്ലേ വിട്ടത്. നീ ഊരിയാവിൻ്റെ കയ്യിലൊരു എഴുത്ത് കൊടുത്ത് വിട്ടില്ലേ. യുദ്ധം മുറുകുന്നിടത്ത് ഊരിയാവിനെ നിർത്തി ശത്രുവിൻ്റെ വെട്ടേറ്റവൻ മരിക്കത്തക്കവണ്ണം തന്നെ നിങ്ങളെല്ലാവരും അവൻ്റെ പേരിൽ നിന്ന് മാറിക്കൊള്ളൂ എന്ന് ഊരിയാവിനെക്കുറിച്ച് സേനാനായകനായ യോവാവിന് കൽപ്പന കൊടുത്ത് നീയല്ലേ. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് കുറ്റബോധം കിട്ടാതെ പോയി, പരിശുദ്ധാത്മാവ് മാറിപ്പോയി. പരിശുദ്ധാത്മാവ് മാറിപ്പോയാൽ കുറ്റബോധം കിട്ടുകയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധാത്മാവ് മാറുന്ന ഭയാനകമായ അവസ്ഥ വരരുത്. പരിശുദ്ധാത്മാവ് മാറിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവേ ഞങ്ങൾ വിട്ട് മാറിപ്പോകരുതേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വീണ്ടും വരണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിച്ചു പോയി, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ്റെ ആഗ്രഹങ്ങൾ മാനിച്ചില്ല എന്ന് നിങ്ങൾ പറയൂ. പരിശുദ്ധാത്മാവേ നിൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ അവഗണിച്ചു പോയി എന്ന് പറയൂ. പരിശുദ്ധാത്മാവേ ഞാൻ ന്യായീകരണം കണ്ടെത്തി ഞാൻ പാവം ചെയ്തു പോയി എന്ന് പറയൂ. പരിശുദ്ധാത്മാവേ എനിക്ക് സ്വന്തം ന്യായീകരണങ്ങളും ന്യായവാദങ്ങളും ഉണ്ടായിരുന്നു, എല്ലാം തെറ്റായിപ്പോയി, ക്ഷമിക്കണമേ എന്ന് പറയൂ. ദാവീദിനെ കുറ്റബോധമില്ലാതെ ദാവീദ് ഏറെക്കാലം കഴിഞ്ഞു. ഏതാണ്ട് ഒരു വർഷത്തോളം കുറ്റബോധമില്ലാതിരുന്നു. അന്ന് ദാവീദ് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ദാവീദ് ഉറങ്ങുന്നുണ്ട്, ദാവീദ് രാജകാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവ് മരിച്ചു പോയിരുന്നു. ആത്മാവ് മരിച്ചു പോയിരുന്നു. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു പോയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയിരുന്നു. സ്തുതി നിലച്ചു പോയിരുന്നു. സ്തുതി ഇല്ലാതായി പോയിരുന്നു. ആധരങ്ങൾ അടഞ്ഞു പോയിരുന്നു. ദാവീദിന് ശുശ്രൂഷ, അതിൻ്റെ അതിക്രമക്കാരെ ദൈവത്തിന് വചനം പഠിപ്പിക്കുക എന്നുള്ള ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയിരുന്നു. വചനം നഷ്ടപ്പെട്ടു, ശുശ്രൂഷ നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, പാവബോധം നഷ്ടപ്പെട്ടു. എല്ലാ നഷ്ടത്തിൻ്റെ കണക്കുകൾ. സ്നേഹിതരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നഷ്ടത്തിൻ്റെ കണക്കും പേര് ദുഃഖത്തോടിരിക്കുന്നുണ്ടോ? നഷ്ടം മാത്രം ബാക്കിയായി നിരാശയോടിരിക്കുന്നവരുണ്ടോ? എങ്കിലിപ്പോൾ നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ നഷ്ടം മാറ്റി നിങ്ങൾക്ക് ലാഭം തരുവാൻ യേശു ക്രിസ്തു വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ യേശു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ യേശു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവിന് സന്തോഷം തരാൻ യേശു വന്നിരിക്കുന്നു. നിങ്ങൾ തിരികെ കൊണ്ടുവരാൻ യേശു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ സന്തോഷം തരുവാൻ യേശു വീണ്ടും വന്നിരിക്കുന്നു. സമാധാനത്തിൻ്റെ മാർഗം കാണിച്ചു തരാൻ യേശു വന്നിരിക്കുന്നു. കുറ്റബോധം തരുവാൻ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. നാഥാം പ്രവാചകൻ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. നാഥാം പ്രവാചകൻ ദാവീദിന് കുറ്റബോധം കൊടുക്കണം സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം. ദാവീദിന് കുറ്റബോധം ഉണ്ടായി. ദാവീദ് അവിടെ ഇരുന്നു. ദാവീദ് മുട്ടുകുത്തി. സിംഹാസനത്തിൽ താഴെ ഇരുന്ന് മുട്ടുകുത്തി ദാവീദ് തേങ്ങയെടുത്ത് കരയാൻ തുടങ്ങി. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ അനുഗ്രഹത്തിൻ്റെ ബഹുത്വത്തിന് പ്രകാരം എന്നോട് കൃപ ചെയ്യണമേ. നിന്നോടല്ലോ ഞാൻ പാവം ചെയ്തു പോയത്. നിൻ്റെ മുമ്പിൽ തിന്മയാൾ ഞാൻ ചെയ്തു പോയിരിക്കുന്നു. നിൻ്റെ സോപ്പാകൊണ്ട് എന്നെ കഴുകണമേ. ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. നിർമ്മല ജലം എൻ്റെ മേൽ തളിക്കണമേ. കർത്താവേ, നിൻ്റെ മഹത്വ റൂഹ എന്നെ താങ്ങുമാറാകണമേ. എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവിനിൽ നിന്ന് എടുത്തു കളയരുതേ. എൻ്റെ കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ നിന്നെ സ്തുതിച്ചു കൊള്ളാം.
ഞാൻ നുറുങ്ങിയ ഹൃദയത്തോടെ തിരുമുമ്പാകെ വന്നിരിക്കുന്നു. എനിക്ക് നീ പാപമോചനം തരണമേ, രക്ഷയുടെ സന്തോഷം മടക്കി തരണമേ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ രക്ഷയുടെ സന്തോഷം മടക്കി തരണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ തിരികെ കൊണ്ടുവരണമേ, എൻ്റെ പാപങ്ങൾ ഓർക്കല്ലേ, എൻ്റെ തിന്മകൾ ഓർക്കല്ലേ, എനിക്ക് പാപം ക്ഷമിച്ചു തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ഹൃദയം സമർപ്പിക്കൂ. യേശുവിനോട് പറയൂ, യേശുവേ എൻ്റെ പാപം ക്ഷമിച്ച് എന്നെ കൈക്കൊള്ളണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വപൂർണ്ണമായ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെയും മക്കളെ എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ. പരിശുദ്ധാത്മാവിന് നൽവരം നൽകണമേ, പാവബോധം നൽകണമേ, കുറ്റബോധം നൽകണമേ, അനുതാപമുള്ള ഹൃദയം നൽകണമേ, തകർന്ന് നുറിയുന്നതുമായ ഹൃദയം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥാവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ പനി മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.